ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് പാരീസിലേക്ക് മൂവ് ചെയ്യാണ്. ബിക്കോസ് ഞങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ മെയ് ടു സെപ്റ്റംബർ വരെ ഞങ്ങൾക്ക് വെക്കേഷനാണ്. ജസ്റ്റ് ലൈക്ക് ഒരു 3 to 4 months അറൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് അക്കോമഡേഷൻ. ആൻഡ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റാൻസിലേക്ക് ഞങ്ങൾ സെപ്റ്റംബറിൽ തിരിച്ചു വരും. ആൻഡ് ഞാൻ ഈ വീട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്കിവിടെ. മേ ബി ഫസ്റ്റ് അക്കോമഡേഷൻ ആയതുകൊണ്ടായിരിക്കാം. ഇതാണ് എൻ്റെ റൂം. എല്ലാം ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഈ വ്യൂ ഇത് ഞാൻ വളരെ നന്നായിട്ട് മിസ് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ പറയും ഇറ്റ്സ് ലൈക്ക് ബെറ്റർ വ്യൂ, നൈസ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഈ വ്യൂ ആയിരിക്കും ഉറപ്പായിട്ടും. സോ നമുക്ക് ബൈ പറയാൻ സമയമായിരിക്കുന്നു. ബൈ. ഇനി എന്തായാലും സെപ്റ്റംബറിൽ കാണാം. എൻ്റെ അടുത്ത് ഓണർ പറഞ്ഞായിരുന്നു പോകുമ്പോഴത്തേക്കും റൂം ലോക്ക് ചെയ്ത് കീ താഴെ. അവർ ടീച്ചിങ് ആണ് പുള്ളിക്കാരൻ, വൈഫ് ഡോക്ടറാണ്. സോ അവർ ഉണ്ടാവില്ല ഇവിടെ. സോ കീ ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. സോ ഇറങ്ങാം, കാരണം ലേറ്റ് ആയിട്ടുണ്ട്. 2 മണിക്കാണ് ബസ്. ട്രെയിനിനെക്കാട്ടിലും ചീപ്പാണ് ബസ്സിൽ പോകുന്നത്. അതുകൊണ്ട് ഒരു 2 hour ട്രാവലുണ്ട് പാരീസിലേക്ക് ഇവിടുന്ന്. സോ ആരതിൻ്റെ അടുത്ത് എന്നിട്ട് കാണാം. യെസ് കുട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. സോ നമ്മളുടെ സെമസ്റ്ററൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഹാംസിൽ നിന്ന് പാരീസിലേക്ക് പോവുകയാണ്. കുറച്ച് 4 മാസത്തെ വെക്കേഷത്തിന്, അപ്പം ജോബിനൊക്കെ വേണ്ടിയിട്ട്. TGV. നമ്മളിപ്പം TGV ബസ് സ്റ്റാൻഡിലാണ്. ഇതിവിടെ ഹാംസിൻ്റെ ഒരു ഫേമസ് സ്റ്റോപ്പാണ്. സോ ഞാൻ ആദ്യം ആൻഡ് സ്റ്റീഫനാണ് പാരീസിലേക്ക് പോകുന്നത്. സ്റ്റീഫൻ, ഞങ്ങൾ രണ്ടുപേരും അതാണ് റെയിൽവേ സ്റ്റേഷൻ. TGVയിലെ റെയിൽവേ സ്റ്റേഷനാണത്. നമ്മൾ ട്രാം അവിടെ ഇറങ്ങിയതിന് ശേഷം മുകളിലേക്ക് കയറി വന്ന്. ട്രെയിൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഐ തിങ്ക് ഒരു 50 euros ഒക്കെ ഐ തിങ്ക് വരുമെന്ന് തോന്നുന്നു പാരീസിലേക്ക് 1 way പോകാൻ. ബസ്സിനാണെങ്കിൽ 7 euros മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് ഡിപ്പെൻസ്. നിങ്ങൾ ഇപ്പം ഈ സെയിം ബസ് നമ്മൾ ഇന്ന് ബുക്ക് ആണെങ്കിൽ ഐ തിങ്ക് 13-14 euros ഒക്കെ ആവും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് 2-3 weeks മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് ചീപ്പായിട്ട് കിട്ടിയത് 7 euros 2 മണിക്കാണ് ബസ്. ഒരു 350, ഒരു 1 ഓൾമോസ്റ്റ് 2 hours ജേർണി എത്തും. അങ്ങനത്തെ കുറേ പാടങ്ങൾ, കോണ്, അങ്ങനത്തെ ഒക്കെ കുറേ കണ്ടായിരുന്നു. അന്ന് നമ്മൾ പോയപ്പോൾ കുറച്ച് മഴക്കോളുണ്ടായിരുന്നു. മഴ പെയ്ത് ഇപ്പൊ പോകുമ്പോഴും മഴ. ആക്ച്വലി ഒരു സമ്മർ തുടങ്ങി, എന്നാലും ഇപ്പൊ വീണ്ടും ഇന്നും നല്ല മഴയും കാറ്റാണ്. മഴയില്ല, പക്ഷെ ഇരുണ്ട് കിടക്കാണ്, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞാൻ ആരതിയുടെ അടുത്ത് പറഞ്ഞു നമ്മളെപ്പോ പാരീസിൽ പോയാലും മഴ. അപ്പൊ നമുക്ക് പാരീസിലെത്തിയിട്ട് കാണാം. ഹായ്. അപ്പോൾ ഞങ്ങൾ പാരീസിലെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് നമ്മൾ മെക്ഡിയിലൊന്ന് പോയി കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്, മുഖമൊക്കെ വല്ലാണ്ടായി. പക്ഷേ സ്ഥലം നല്ലതാണ്. എല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം ഒരുപാട് ഫാമിലീസൊക്കെ താമസിക്കുന്ന ഏരിയ ആണ്. നല്ല രസമുണ്ട്.
ഞങ്ങൾ പാരീസിൽ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾക്ക് മെട്രോ കയറണമായിരുന്നു. ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഞങ്ങൾക്ക് ഈ റൂം സെറ്റാക്കി തന്ന ഒരു പുള്ളിക്കാരനുണ്ട്. നമുക്ക് ഈ ഓരോ ഗ്രൂപ്പുണ്ട് പാരീസിൽ, ഇന്ത്യൻസും മലയാളീസൊക്കെ ഉള്ള. സോ ആ പുള്ളിക്കാരൻ ഞങ്ങളെ വന്നിട്ടാണ് ഞങ്ങൾ വീട് കൊണ്ട് കാണിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു ആദ്യം ഒരു മെട്രോ കയറി, പിന്നെ ട്രെയിനിലേക്ക് മാറി, പിന്നെ ബസ്സിൽ കയറിയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. ആൻഡ് വീടും നൈസാണ്. വേറെ ഓൾറെഡി ഒരു കുറച്ച് താഴെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മളെ കൂടെ തന്നെ മലയാളീസ് തന്നെയാണ് എന്നാ പറയുന്നത്, നമ്മൾ ഇതുവരെ കണ്ടില്ല. പിന്നെ നമ്മൾ കൂടെ താമസിക്കുന്ന ഒരു ആൻറ്റി തമിഴാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു കൊച്ചു കുട്ടിയും കൂടെ ഉണ്ട്. അത്ര അലമ്പില്ല, കുഴപ്പമില്ല. കൊച്ചു വന്നതല്ലേ ഉള്ളൂ. കാണാൻ ഫസ്റ്റ് ടൈം പുതിയ ആൾക്കാരെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. എന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി നാളെ മുതൽ ഓരോരോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ CV കൊണ്ട് കൊടുക്കും. ഞങ്ങളിതാ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുക. മെക്ഡിന്ന് കുറച്ച് ദൂരമുണ്ട്. നമ്മളുടെ നാട്ടിലൊക്കെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ലൈക്ക് ആ ഗോപുരം പോലത്തെ വീട്, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഗാർഡനിങ്. സോ നമ്മൾ എല്ലാം കഴിച്ചിട്ടൊക്കെ നമ്മൾ വീട്ടിലെത്തി. ഇപ്പോഴാണ് നമ്മളെല്ലാം അൺപാക്ക് ചെയ്ത് എല്ലാം കബോർഡിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച്, ഇനി എടുത്തൊക്കെ നമുക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സ് കഴിച്ചിട്ട് നമുക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നാളെ മുതൽ ജോബ് സെർച്ചും അതിനൊക്കെ, അപ്പോൾ അതിനൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടാക്കാം, എങ്ങനെയാണ് എവിടേക്കാണ് പോണേ, ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ. സോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. സോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.